ദേ പോയി ഇതാ വന്നു. രാത്രി കാക്കകൾ രാത്രി കിടന്ന് ഉറങ്ങി കാക്കേ. അല്ല അതായിട്ട് ദോശ എടുക്കാനുള്ളതാണ്, അല്ലാതെ ആളെ മറിച്ചിടാനുള്ളതല്ല. അവിടുന്നൊക്കെ ഇങ്ങനത്തെ വായിക്കൊണ്ടൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ആളെത്തിയിട്ടോ. ദേ പോയി ഇതാ വന്നെന്ന് പറഞ്ഞ പോലെ ഒരു 10 ദിവസത്തെ ചെറിയ ഫ്രാൻസ് യാത്രയ്ക്ക് ശേഷം ഇതാ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ദേ പോയി ഇതാ വന്നു അല്ലേ? ദിവസങ്ങൾ കഴിഞ്ഞു. യെസ്, അതെ. ഉറങ്ങണോ അതോ ഉണർന്നിരിക്കണോ ഏതാ സമയം എന്ന് അറിയാതെ ഒരു പ്രത്യേക ജെറ്റ് ലാഗ് ആയിട്ട് ഇരിക്കുകയാണ്. അതെ, പോന്നു. അവിടുന്ന് രാവിലെ പോന്നു, ഇവിടെ രാവിലെ എത്തിയത് അല്ലേ? അധികം തണുപ്പൊന്നുമില്ല. നല്ല ചൂടാണ്. പക്ഷെ തൊണ്ടയുടെയൊക്കെ പണി കഴിഞ്ഞു. ഞങ്ങൾ 1 വീക്കായിട്ട് ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തണുപ്പുള്ള രാജ്യത്താണെന്ന് അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല അല്ലേ? അതെ, ഇവിടെയാണ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ രംഷേട്ട വന്നപ്പോൾ പെട്ടി പൊട്ടിക്കാൻ ചടക്കുന്നത്. അതെന്താണെന്നറിയില്ല. ആരെങ്കിലും പുറത്ത് പോയി വരികയെന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണിത് അല്ലേ? പണ്ട് മുതലേ അതെ. മറ്റാളതാ പപ്പ വരുമ്പോഴേക്ക് എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. പപ്പ വന്ന് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയാറായി. ഇപ്പോഴാണ് അല്ലേ? എന്താണ് മിത്തൂന് തന്നെ, വേറെ ആർക്കാ? മിത്തൂന് ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റേ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞതാണ്. വേറൊന്നല്ല, കണ്ടിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസ് പോയി വന്നപ്പോൾ രംഷേട്ടൻ കുറച്ചൊന്നല്ല കൊണ്ടുവന്നത് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരരുത്, കാരണം ഞാൻ തന്നെ കഷ്ടപ്പെട്ടതിനൊരു കാര്യം ഉണ്ടാവില്ല. മിത്തുവിനാണെങ്കിലും ഇപ്പം അത്ര നല്ലതൊന്നുമല്ലല്ലോ എപ്പോഴും ഇങ്ങനെ കഴിക്കണത്. നോക്കാം മിത്തു, പെട്ടി പൊട്ടിക്കാന്ന്. ഇത് മാത്രമാണ് ഞാൻ രംഷേട്ടനോട് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടിയിട്ട് ഞാൻ രംഷേട്ടനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. ഫ്രാൻസിലെ മാക്രോൺസ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ ഒരു അടിപൊളി ബേക്കറി ഉണ്ട്, മാക്രോൺസ് ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും ഇതിന്റെ ഒറിജിനായിട്ടുള്ള സ്ഥലത്തുനിന്ന് കഴിക്കുക എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു സംഭവമല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഇസ്താൻബൂൾ വഴിയാ വന്നത് അല്ലെ? ഇപ്രാവശ്യം രംഷേട്ടൻ ഫ്രാൻസിൽ നിന്ന് ഇസ്താൻബൂളായിരുന്നു ട്രാൻസിറ്റ് ഉണ്ടായിരുന്നത്, ഇസ്താൻബൂളിലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആണ് ഈ ബക്ലാവ എന്ന് പറഞ്ഞ സാധനം. അതിവിടെ വാങ്ങിക്കാൻ കിട്ടുച്ചാലും അതിന്റെ ഒരു ഓത്തന്റിക് ടേസ്റ്റില് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ ഇസ്താൻബൂൾ ആണ് ഈ ബക്ലാവയുടെ സ്ഥലം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇസ്താൻബൂൾ കാണാൻ പോകണമെന്നുണ്ട്. രംഷേട്ടനും പറഞ്ഞു എയർപോർട്ട് കണ്ടിട്ട് അല്ലേ, അടിപൊളിയാണ്, ഫുഡും അടിപൊളിയാണ്. അപ്പൊ എനിക്ക് ഇസ്താൻബൂൾ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. വേറെ ഒന്നുമില്ല, ഫുഡുകൾ കഴിക്കാൻ. അവിടുത്തെ ഫുഡുകൾ അടിപൊളിയാണല്ലോ. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇസ്താൻബൂൾ പോകണമെന്ന് പണ്ടേ ആഗ്രഹമായിരുന്നു, നല്ല ഫുഡ് കഴിക്കാൻ. അപ്പൊ ഞാൻ രംഷേട്ടനോട് പറഞ്ഞു എനിക്ക് ബക്ലാവ കൊണ്ടുവന്നേരും. അങ്ങനെ ബക്ലാവ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. നോക്കട്ടെ. ഓ, ഞാൻ കുറച്ച് വളർന്നാൽ മതി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കും വേണം, പക്ഷെ എന്നാൽ അത്ര കഴിക്കാനും വയ്യ. പക്ഷെ അതും സത്യമാണ് കേട്ടോ. കുക്കീസ് ഞാൻ നല്ല കാര്യമുണ്ടോ? മിത്തു പപ്പോട് പറഞ്ഞ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു. പപ്പ ആ മിഠായി കൊണ്ടുവരുമോ, കിൻഡർ ബ്രൂണോ ആ മിഠായി കൊണ്ടുവരുമോ, ഈ മിഠായി കൊണ്ടുവരുമോ എന്നൊക്കെ. അപ്പൊ രംഷേട്ടൻ മിത്തുവിന് അതൊക്കെ കൊണ്ടുവന്നുണ്ട്. നല്ല നല്ല ബോക്സ് കേട്ടോ. ഞാൻ ഇത് ബട്ടർ കുക്കീസാ? മിത്തുവിന്റെ വയസ്സ് 13.
മിത്തുന് എന്താ വെച്ചാൽ ഒരു സ്വഭാവം ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന പെട്ടികളൊക്കെ മിത്തു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴുള്ള ആ പെട്ടി അടക്കം മിത്തു സൂക്ഷിച്ചു വെക്കും. കുഞ്ഞേ കളക്ഷൻസ് അടക്കം മിത്തുവിന്റെ കയ്യിലെ രംഷേട്ടൻ കൊണ്ടുവന്നത് വർഷങ്ങളായിട്ടുള്ളതൊക്കെ മിത്തു ഇങ്ങനെ സൂക്ഷിച്ച് എടുത്തു വെക്കും, അതിന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് രംഷേട്ടൻ അങ്ങനത്തെ കുറെ എന്താ പറയാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഇപ്രാവശ്യം മിത്തുവിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ബട്ടർ കുക്കീസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും പണ്ടത്തെ രംഷേട്ടൻ്റെ ഡെൻമാർക്കിലുള്ള ഓഫീസിൽ നിന്ന്, അതായിരുന്നു ഡെൻമാർക്കായിരുന്നു ഓഫീസിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു, ആ കമ്പനിയിലത്തെ കുക്കീസ് കിട്ടും എല്ലാ ഡിസംബറിലോ. ഡച്ച് ഡാനിഷ് കുക്കീസ്. ആ കുക്കീസിന്റെ ടേസ്റ്റ് പിന്നെ ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. നമ്മൾ ദുബായിൽ പോയിട്ട് നമ്മള് ഒക്കെ സിംഗപ്പൂരിൽ പോയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ആ ഒരു കുക്കീസിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ ആ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. എന്റെ മിഠായിയാണ് നല്ല ബോക്സ്. നിനക്ക് ഞാൻ ചോക്ലേറ്റ്, നീ ഇതൊക്കെ ഡയറ്റിംഗ് അല്ലാണ്ട് നിനക്ക് ഞാൻ ചോക്ലേറ്റ് ഒന്നും കൊടുക്കുന്നില്ല. നിനക്ക് ഇങ്ങനത്തെ ഷോപ്പിനോട് വീഡിയോ കോൾ ചെയ്തപ്പോ കാണിച്ചത് അമ്മയെ കൊണ്ടുവരുന്ന സാധനങ്ങള് വീഡിയോ കോൾ ചെയ്തപ്പോ എന്തായിരിക്കണ സാധനം അതെനിക്കണത് ക്രിക്കറ്റ് ബാറ്റ് പോലത്തെ ചട്ടുകം, നമ്മൾ ദോശയൊക്കെ ചൂടാനുള്ള ചട്ടുകം. സൂപ്പർ മാർക്കറ്റ് വീഡിയോ കോൾ ചെയ്തപ്പോ എന്താ ക്ലീൻ ചെയ്യാം നാട് പോലത്തെ എല്ലാവർക്കും ഉപയോഗിക്കാം. എന്താന്നറിയില്ല, ഡിമാർട്ടില് കിട്ടുന്നതാണ്. പക്ഷെ എന്നാലും അവിടുത്തെ കത്തി ഭയങ്കര ദാരിദ്ര്യമാണ് ഇവിടെ കത്തിക്ക്. ഇതൊക്കെയാണ് ഞാൻ അവിടുന്ന് എപ്പോഴും എനിക്ക് ഇഷ്ടട്ടോ. അതായത് ബോഡി ലോഷൻ, പിന്നെ പെർഫ്യൂംസ്, അതൊക്കെ എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടം. ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേസ് വാഷ് കൊണ്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു ബ്ലൂ കളറ് ബോഡി വാഷ് പോലെ. ഭയങ്കര ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറയുന്നത്. ക്രീം, ഇതൊക്കെ ഒരു ബോഡി ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത്. നല്ല ബോട്ടിൽ അവിടെ ഇങ്ങനത്തെ കൊറേ ആളെ പറ്റിക്കുന്ന കൊറേ പരിപാടികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂട്ട് ആൻഡ് ക്രിയേറ്റീവ് സാധനങ്ങൾ കണ്ടു വരുമ്പോ എല്ലാത്തൊരു ഡയറിയിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. കുറെ പെൻസില്, കുറെ ഇറേസർ, ഇതൊക്കെയാണ് മിത്തുവിന്റെ ഓരോ പ്രാന്ത്. എന്തറിയോ സപ്പോടൊക്കെ ഇത് കണ്ണാടിയുടെ എങ്ങനാ എന്നിട്ട് ഇതിങ്ങനെ കഴിഞ്ഞാല് ചീപ്പായി ആവശ്യമില്ലാത്ത പാകയുടെ ഉള്ളിക്കാക്കിട്ട് കണ്ണാടി ട്രാവലിങ്ങിന് ട്രാവലൊക്കെ പോകുമ്പോ മിത്തുനും കൊണ്ടാവാ. നല്ല മണം. അവിടുന്നൊക്കെ ഇങ്ങനത്തെ വാങ്ങിക്കൊണ്ടൊക്കെ വല്ല ആവശ്യമുണ്ടോ? കമ്മല് രമേശേട്ടാ എവിടെ പോയാലും എനിക്ക് കമ്മല് കൊണ്ടുവന്നേരും. ആ കമ്മലാവും എന്റെ എപ്പോഴും ഫേവറേറ്റ്. കാരണം അത്രയും ഭംഗിയുള്ള കമ്മല് ഞാൻ വാങ്ങിയാൽ പോലും അത്ര ഭംഗിയുള്ള കമ്മല് ഞാൻ കിട്ടാറില്ല. ഭയങ്കര ഭംഗിയുള്ള കമ്മല്. ഇതെവിടുന്നാ? അതെ, അവിടെ ഇങ്ങനത്തെ കിടൂ. അറിയായിട്ട് ചോദിക്കാം. അവിടെ ആക്ച്വലി വലിപ്പമുള്ളത് വളരെ കുറവാണ്. ഒക്കെ കുഞ്ഞു കുഞ്ഞു ടൈപ്പല്ലേ. വലിപ്പമുള്ളത് ഇങ്ങനെ ഹാങ്ങിങ് അങ്ങനത്തേക്കുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാറിയിട്ടില്ലേ? ഉണ്ടോ
ഞാൻ പറഞ്ഞതായിരുന്നു വൈറ്റ്സ് ഇവിടെ കിട്ടാത്തൊന്നല്ല, എന്നാലും എനിക്ക് ചെറിയൊരു ആഗ്രഹം അവിടുത്തെ മേക്കപ്പ് റിമൂവറും കൂടെ ആയിട്ടുള്ള വൈറ്റ്സും കാര്യങ്ങളൊക്കെ, അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ അല്ലേ. അയ്യോ ഈ ബക്ലാവ ടേസ്റ്റ് ചെയ്യുന്ന ഒരു രക്ഷയില്ല. അതെന്താ ശരിക്കും പറഞ്ഞാൽ ഓരോ നാട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നാട് കാണണം ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഓരോ നാട്ടിലേയും പോയി ഫുഡ് മാത്രം കഴിച്ച് തിരിച്ചു വരും. സ്ഥലം കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. അത് ആ നാട്ടിൽ പോയി ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ സാധനം ആ നാട്ടിൽ പോയി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെന്തായാലും വേറെ എവിടെയും ഇല്ല അല്ലേ. രാവിലെ കയറ്റിയ കാലതൊക്കെ ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ തന്നെ മിത്ത് എല്ലാ മിഠായി എല്ലാ സാധനങ്ങളും ട്രയൽ നോക്കുകയാണ്. എങ്ങനെയുണ്ട് അത്? ആ മിഠായി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അല്ല, ഞാനും ഇത് കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒരാഴ്ച പട്ടിണി കിടക്കേണ്ടി വരും. ഇപ്പം ഞാൻ അടിച്ചു കയറ്റിയ സ്വീറ്റ്സിൻ്റെ കലറി വെച്ച് നോക്കുമ്പോൾ അമ്മാതിരി അടിച്ചു കയറ്റലാണ്. ആഹാ, എന്താണ് ഈ റൂം കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയത്. ഷോ ഗിൽട്ട് ഫീല്, എന്നാലും കഴിക്കുന്നതിന് ഒരു കുറവില്ല. എന്ത് ചെയ്യാ, അങ്ങനത്തെ ഓരോന്നും കൊണ്ടൊന്നും നശിപ്പിക്കും. ഞാൻ ഒന്നും കൊടുന്നില്ല, ഞാൻ ചോക്ലേറ്റ് അതുകൊണ്ട് വളരെ ലിമിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. വെറും വയറ്റിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ആവശ്യമില്ല. എന്തൊന്നും മിണ്ടാത്ത ഗിൽറ്റ് അടിച്ച ഉള്ളിലേ. ഓ അതാണോ? എന്നാ വേണ്ട അങ്ങോട്ട് തന്നേക്കേ. കഴിക്കണ്ട ചോദ്യമല്ലോ. അങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ മിത്തുവിനാണ് കൂടുതൽ അറിയാം. പണ്ട് അച്ഛനൊക്കെ ഇങ്ങനെ വരുമ്പോ അച്ഛൻ വരുമ്പോഴേക്കും പെട്ടി തുറക്കാനാണ്. കാരണം ഗൾഫിലെ മിഠായി സ്നിക്കേഴ്സ്, ബൗണ്ടി, ടോബ്ലറോൺ, എൻ്റെ ഫേവറേറ്റ് ടോബ്ലറോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിത്തുവിനോട് ഇങ്ങനെ പറയും മുത്തശ്ശൻ ഇങ്ങനെ വരുമ്പോൾ. അതുപോലെ ഇപ്പം മിത്തുവിനെ അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇപ്പം നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്തതായിട്ടല്ലേ പെട്ടി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള പിള്ളേരെ താഴെ പോയാൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച പോലത്തെ ആ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. പക്ഷെ എന്നാലും അല്ലേ, ആ ഡിമാർട്ടിൽ പോയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. വാട്ടർ ബോട്ടിൽ പറ്റില്ല. പപ്പോട് അവിടുന്ന് തന്നെ വാട്ടർ ബോട്ടിൽ വേണം. നല്ല രസം. ഇതൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് മിത്തു തന്നെ പറഞ്ഞതാണ്, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ അല്ല. പുതിയ അക്കാഡമിക് ഇയർ അല്ലേ, അടുത്ത മാസം കഴിഞ്ഞാൽ പുതിയ ഇറേസർ, പുതിയ പെൻസിൽ ബോക്സ്, പുതിയ ഡയറി, പുതിയ എന്താണ് നമ്മള് ജോൺസ് കൂട, പോപ്പിൻസ് കൂട എന്നൊക്കെ പറയുന്ന പോലെ മിത്ത് വാങ്ങിപ്പിച്ച സാധനങ്ങളാണ്. ഹാപ്പി? അതിനേക്കാളും ഹാപ്പി പപ്പ വന്നപ്പോഴല്ലേ. അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നും ഇങ്ങനെ ഇരുന്ന് പറയും. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴാണ് ഭയങ്കര ബോറടി. ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇടും. അടുത്ത ആഴ്ച അമ്മയ്ക്ക് പപ്പ ഈ സമയത്ത് വരും. ഇത്തേക്കിന് പറയും അടുത്ത ആഴ്ച അമ്മയ്ക്ക് പപ്പ ഈ സമയത്ത് വരും, അപ്പം നല്ല രസമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ രംഷേട്ടന് ഇനി എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് ചോറ് ധൈര്യം തരുന്നല്ലേ. ചോറ് 2 ഇഡ്ഡലി സാമ്പാറും കിട്ടിയ സന്തോഷമായിരുന്നു. 2 ബക്ലാവ് കുത്തിക്കേറ്റിക്കോളൂ. വേണ്ട, എനിക്ക് വിശപ്പ് മാറി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായാലും അല്ല, ഞാൻ അവിടുന്ന് ലൗഞ്ചിൽ നിന്ന് കഴിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ വിശപ്പില്ല. പക്ഷെ ഞാൻ രംഷേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇഡ്ഡലിയും സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കേ വേണ്ടു. ഇഡ്ഡലി സാമ്പാറാണോ ദോശ സാമ്പാറാണോ വേണ്ടത്? എന്തായാലും നീ സ്നേഹത്തോടെ എന്താ വേണ്ടത്? ദോശ സാമ്പാറും. ദോശ സാമ്പാറല്ലേ. പുട്ടുണ്ടാക്കിയാലോ? ഞാൻ സത്യം പറയട്ടെ, എനിക്കൊന്നും വയ്യ. തൽക്കാലം ബാക്ക്ഗ്രൗണ്ട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഉണ്ടായിരുന്നു നല്ല ദോശയും സാമ്പാറും ഒന്ന് കഴിക്കട്ടെ. കുറേ ദിവസമായി. ഇന്ന് ഫുള്ള് രംഷേട്ടന് നാടൻ ഫുഡുകൾ ഞാൻ ഉണ്ടാക്കി തരാം. ഇന്ന് ദോശ ചുടുന്നത് രംഷേട്ടൻ കൊണ്ടുവന്ന ക്രിക്കറ്റ് ബാറ്റായിട്ട് നല്ല ഇഷ്ടമായി എനിക്ക്. ഭയങ്കര ക്യൂട്ട് അല്ലേ ഈ ചട്ടുക? ശരിക്കും ബാറ്റ് പോലെ നല്ല വെറൈറ്റി ചട്ടുക.
അതായിട്ട് ദോശ ഉണ്ടാക്കി തരാം. എന്റെ കയ്യിൽ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ. ഇതൊക്കെ രക്ഷയിട്ട് അവിടെ ഉണ്ട് പറഞ്ഞ് കാണിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എന്റെ കയ്യിൽ മരത്തിന്റെ കൊറേ ഉണ്ട്. ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങിക്കും. എനിക്ക് ഇഷ്ടം ആക്ച്വലി ഇങ്ങനത്തെ കളക്ഷൻസ്. അപ്പോ പക്ഷെ ഞാൻ പോയിട്ടില്ലല്ലോ, വീഡിയോ കോളല്ലേ കാണുന്നുള്ളൂ. പിന്നെ മാത്രമല്ല അവിടെ ആക്ച്വലി യൂറോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്തിനാ അത്ര വില കൊടുത്ത് അല്ലേ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ വില കേട്ടിട്ട് ഞാൻ തലകറങ്ങിയിരിക്കുകയാണ്. കാരണം ഒന്നുമില്ല കാണുമ്പോ, പക്ഷെ എന്താ ഇത്രയും വില എന്നുള്ളത്. ഭയങ്കര കൺവേർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റുപ്പി വെച്ചിട്ടല്ലേ നമ്മൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റുപ്പി വെച്ചിട്ടല്ലേ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അവിടെ ജോലി എടുക്കുന്നവർക്ക് ഓക്കെ. അപ്പൊ ഭയങ്കര റേറ്റ്, ഓരോ സാധനത്തിനും ഭയങ്കര റേറ്റ്. അപ്പൊ എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കാണുമ്പോ രസം. ഞാനുണ്ട് ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ടെടുത്ത ദോശ വേറൊരു കയ്യില് കാണിച്ചിരുന്നില്ല ഇങ്ങനെ കൊഴിച്ചിട്ട് കൊറേ കാണിച്ചു. പക്ഷെ എനിക്ക് അവിടെ ചെല്ലുമ്പോഴല്ലേ എനിക്ക് അതിനെ പറ്റി ഒന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഇതൊക്കെ ഡിമാർട്ടിൽ വളരെ വില കുറവിൽ കിട്ടും, ഇത്രയും യൂറോ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല പറഞ്ഞു. പിന്നെ ഞാൻ വുഡന്റെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള വുഡന്റെ ചോപ്പിംഗ് ബോർഡ്. എത്ര അതിന് പറഞ്ഞത്? 3500 ഒക്കെ ഇന്ത്യൻ റുപ്പി വരുമ്പോ 3500 ഒക്കെ യൂറോന്ന് കൺവേർട്ട് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു 3500 രൂപയുടെ കട്ടിംഗ് ബോർഡ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്നാ പറയാ. കൺവേർട്ട് ചെയ്യാൻ നിന്നുണ്ടെച്ചാൽ നമ്മളൊരു സാധനം മേടിക്കില്ല, അത് ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ അത് കൺവേർട്ട് ചെയ്ത് നോക്കല്ലേ. അതുകൊണ്ട് ഭയങ്കര റേറ്റിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എത്ര ദിവസം ഉണ്ടാവുകയാവോ, കാരണം കൊച്ചു വേഗം പൊട്ടും തോന്നണം. അല്ല അതായിട്ട് ദോശ എടുക്കാനുള്ളതാണ്, അല്ലാതെ ആളെ മറിച്ചിടാനുള്ളതല്ല. അല്ല എന്നാലും അതിങ്ങനെ ഇളക്കാനൊക്കെ ദോശയ്ക്ക് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ചുമ്മാ ഇങ്ങനെ സോർട്ട് ചെയ്യാനൊക്കെ എടുക്കാമല്ലോ. പക്ഷെ ദോശ നന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുന്നു. 2 പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരില്ലേ പറയാറുണ്ട് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച്, അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റുകൾ, അത് കിച്ചൺ ആയാലും നമുക്ക് വേണ്ടതായാലും ഒക്കെ ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ച് ഓരോന്ന് വാങ്ങിച്ചിട്ട് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ ഇൻസ്റ്റയിലും ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ I am സ്വപ്ന രമേഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താൽ അതിലധികം പ്രോഡക്റ്റും കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടത്തേൽ ഞാൻ പറ്റുന്നതിനൊക്കെ ഈ പറഞ്ഞ പോലെ ആമസോണിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയാലൊക്കെ അതിൻ്റെ കമ്മ്യൂണിറ്റി ഇതിൽ തന്നെ ലിങ്ക് ഇടാറുണ്ട്. ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ലിങ്ക് ഇടാൻ ശ്രമിക്കുക. കാരണം ഷോർട്സിൽ ലിങ്ക് ഇട്ടാൽ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഷോർട്സ് അല്ലേ കൂടുതൽ റീച്ച് ആവും. അപ്പോൾ എല്ലാവരും ചോദിക്കും ലിങ്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഷോർട്സിൽ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പ് ആ ചെറിയ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടാവും. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല, കാരണം ഇത് എൻ്റെ കയ്യിലുള്ള പഴയ കുറേ കാലം മുന്നത്തെ ഡ്രസ്സായിരുന്നു. തടി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഇത് പാകമാവാതിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ തടി കുറഞ്ഞോ എന്നുള്ളത്, എൻ്റെ ഡയറ്റിങ്ങിൻ്റെ പരിപാടിയും അതുപോലെ എൻ്റെ തടി കുറഞ്ഞോ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പഴയ പാകമാവാത്ത ഡ്രസ്സൊക്കെ വേറെ വെച്ചിട്ടുണ്ടാവും. അതിട്ട് നോക്കുമ്പോൾ അതിങ്ങനെ കയറുമ്പോൾ ഹായ്, അപ്പോൾ ഇപ്പോൾ പാകമായി തടി കുറഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ പോലെ. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആവാറായില്ലേ. വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, വാലന്റൈൻസ് ഡേയുടെ സാധനങ്ങളൊന്നുമല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാമല്ലോ. ആമസോണിൽ ഫെബ്രുവരി 6 മുതൽ 13 വരെ അടിപൊളി അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ കുർത്തി ഞാനൊരു ഷോർട്സിലിട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ച കുർത്തിയാണ്. എനിക്ക് വിത്ത് കുട്ടിയുടെ ജലദോഷം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പണി കിട്ടുമോ എന്നൊരു സംശയം. അപ്പോൾ ഇത് സോച്ചിൻ്റെ ആണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയുള്ള കുർത്തിയാണ്. എനിക്ക് ഷോർട്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. വളരെ ഈ പറഞ്ഞ പോലെ ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റും നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു റോയൽ നേവി ബ്ലൂ എന്നൊക്കെ പറയാം അല്ലേ. സ്ലിറ്റിൻ്റെ അവിടെയും ചെറിയൊരു വർക്ക് ഉണ്ട്, അതേപോലെ 3/4 സ്ലീവ്സിൻ്റെ അവിടെയും പിന്നെ കഴുത്തിൻ്റെ അവിടെയും മാത്രം വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്തി. ഈ ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല തുണിയാണ്, ഭയങ്കര അടിപൊളി കംഫർട്ടായിട്ടുള്ള തുണിയാണ് സോച്ചിൻ. അപ്പോൾ ഇത്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇത്. നല്ല കോട്ടൺ ആണ്, ഒരേപോലത്തെ കളർ ചേഞ്ച്. അപ്പോൾ ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ 40% ഓഫ് നിങ്ങൾക്ക് കിട്ടും. പോരാത്തതിന് വാലന്റൈൻസ് ഡേയുടെ ഓഫറായിട്ട് എക്സ്ട്രാ 10% ഓഫും 10% ക്യാഷ് ബാക്കും ഒക്കെ പ്രൈം മെമ്പേഴ്സിന് ആ വക കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഈ സെയിൽ കഴിയുന്നതിൻ്റെ മുന്നേ, അതാണ് ഞാൻ വേഗം തന്നെ ഒരു സെയിൽ കഴിയുന്നതിൻ്റെ മുന്നേ 13-ാം തീയതി വരെയുള്ളൂ. അപ്പോൾ ഇനി അധിക ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലേ, ഇപ്പോൾ കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഡ്രസ്സിനും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതും ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. കാരണം എൻ്റെ കയ്യിൽ ഒട്ടും ഇല്ലാത്തൊരു കളറാണ്. എന്ത് കളറാണ് അതിന് പറയാ, ചന്ദന കളറോ. ഇത് ജനസിയുടെ ആണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ സെയിലും കൂടെ ആയ കാരണം ഇതിനൊന്നും അധികം വില ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. അടുത്തത് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഹസ്ബൻഡ്സിന്. അതായത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചസാണ് ചുംബക്കിൻ്റെ വാച്ചുകൾ. കണ്ടോ, അതായത് അവരുടെ നല്ലൊരു ക്ലാസ് ആണ്, അധികം വിലയൊന്നുമില്ല, ഭയങ്കര വില കൊടുത്ത് വാങ്ങേണ്ട വാച്ച്. നല്ലൊരു 1000 റേഞ്ചിലൊക്കെ, ചിലപ്പോൾ സെയിലാകുമ്പോൾ അതിലും കുറവുള്ള റേഞ്ചിൽ എന്നാൽ കുറേ കാലം ഓടുന്ന വാച്ചസ്, കുറേ ക്ലാസിക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവരുടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യും ഇത് ചുംബക്കിൻ്റെ വാച്ചാണ് എന്നുള്ളത്. ആൾക്കാർ പറയും അങ്ങനെ ഒരു വെറൈറ്റി ഉള്ള വാച്ചസ് ആണ് അവരുടെ. അപ്പോൾ കുറേ ലേറ്റസ്റ്റ് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ചുംബക്കിൻ്റെ. അപ്പോൾ അതും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ആ വാച്ചസൊക്കെ നല്ല ഭംഗിയുള്ള വാച്ചാണ്, വിലയും വളരെ കുറവാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുക ആക്ച്വലി എന്താ, ചുരിദാർ ഗിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക്, ഞാൻ പറയണത് ലേഡീസിനാണ്. ജെൻസിനാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെർഫ്യൂം, ലേഡീസിനും പെർഫ്യൂം പറ്റും. അല്ലെങ്കിൽ പിന്നെ ബാഗ്, നമുക്ക് അങ്ങനത്തെ അല്ലേ കൂടുതൽ ഇഷ്ടമാവുക. ബാഗ്, പിന്നെ വാച്ച്, ഇതൊക്കെ വളരെ വില കുറവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര, കുറേ പേര് എൻ്റെ അടുത്ത് ബാഗ് കളക്ഷൻ പറഞ്ഞിട്ടുണ്ട് കാണിക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാവലിങ്ങിനും അതിനേക്കാൾ ഉപരി ഇത് ഓഫീസ് ബാഗാണ്. അത് ആദ്യമേ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ബാഗാണ്. പ്ലസ് ഓഫീസിലേക്ക് മാത്രമല്ല ട്രാവലിങ്ങിന്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ പാൽക്കുപ്പി, കുറേ ഡ്രസ്സ്, എക്സ്ട്രാ ഡ്രസ്സുകൾ ഒക്കെ ആവശ്യം വരും. അപ്പോൾ എല്ലാ ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താ പരിപാടി, നല്ല ക്ഷീണം. രംശേട്ടനാണ് പോയി വന്നത് വെച്ചാൽ എനിക്കും നല്ല ക്ഷീണം തോന്നുന്നു. രാവിലെ തുറക്കുന്നത് ശരിയാവാത്ത കാരണം, 5 മണിക്ക് എത്തിയോ എത്തിയില്ലേ എന്നൊക്കെ അറിയാത്ത കാരണം ഇന്ന് കിടന്നുറങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയില്ലേ. രംശേട്ടൻ ജെറ്റ് ലാഗിൻ്റെ പേരിൽ അതെങ്കിലും വിചാരിക്കുക. ഞാനോ ആക്ച്വലി ഞാൻ നല്ല രാത്രി 1 മണിയായി കിടക്കാൻ. പിന്നെ രാവിലെ രംശേട്ടൻ 5:30 എത്തിയപ്പോൾ അങ്ങനെ ഉറക്കം ശരിയാവാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന്, മാതാ സ്റ്റോറിൽ നിന്ന് ഭാഗ്യത്തിൽ ഇന്ന് അവിടെ പൊതിച്ചോറിന് സൺഡേ അല്ല, അപ്പോൾ നോൺ വെജ് പൊതിച്ചോറും വെജ് പൊതിച്ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ രംശേട്ടൻ എന്തായാലും നല്ല മീനും ഇതൊക്കെ കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ എന്തായിരുന്നു ഓഫർ? ഞാൻ ഇന്ന് മീൻ കൂട്ടി നാടൻ കൊടംപുളി രാവിലെ ദോശ സാമ്പാർ ഉണ്ടാക്കി തന്നല്ലേ. അതെ, സത്യമായിട്ട് ഞാൻ ഇത് പൊതിച്ചോറുണ്ടായിട്ട് പട്ടിണി കിടക്കാതിരുന്നു. ഇതിങ്ങനെ ശരിക്കും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തന്നെ എന്തോ പോലെ ഒരു ഭയങ്കര ഒരു ഇത്. പിന്നെ നല്ല പണി വന്നിട്ടുണ്ട് ഇവിടെ. കൊണ്ടത്തെ സാലകളൊക്കെ അങ്ങനെ പരത്തിയിട്ട് അതൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ 2 നോൺ വെജ് പൊതിച്ചോറ് ഇവിടെ വാങ്ങിച്ചു. ചിക്കനും പ്രോൺസും മുട്ടയും ഒക്കെ ഉള്ള നോൺ വെജ് പൊതിച്ചോറ്. സോ നൊസ്റ്റാൾജിക് മണത്തിൽ അങ്ങോട്ട്. എന്താ പപ്പ വന്നതിന്റെ ഇത് പ്രമാണിച്ചിട്ട് എന്നും പപ്പേനെ കാത്തിരിക്കലാണ് ഇവിടെ പണി. കണക്കിന് പപ്പ ഒരു കൊല്ലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്താ 2ാമത്തെ ദിവസം പിന്നാലെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നു. 2 പൊതിച്ചോറേ വാങ്ങിയിട്ടുള്ളൂ. ബിക്കോസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചോറ്. ഇത്രയും ചോറൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ ചീറ്റഡേ എന്ന് വേണമെങ്കിൽ പറയാം. മീൻ ചോറിൻ്റെ അളവോ കുറച്ചുകൂടെ ചോറ് തരട്ടെ. മീന് തരാം. പ്രോൺസ് ആണ്. പപ്പടം കൂടെ എടുത്തോളൂ. ആർക്കാണ് ഇതിനേക്കാളും നല്ല ആ നാട്ടിലെ ബ്രെഡും. അല്ല അതല്ലേ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് കയ്യിൽ എടുത്തെടുത്തിട്ട് വല്ലതും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് വരുന്നു 2-3 ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തട്ടിക്കൂട്ടി ചെയ്ത പരിപാടികളാണ് കേട്ടോ.
അപ്പോൾ ചായ പരിപാടി. അങ്ങനെ ഈവനിങ് ആയപ്പോൾ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുറേ നേരമായിട്ട് അവരുടെ കൂടെ ഇരുന്ന് കത്തിയടിച്ച് ഇതിപ്പോൾ രാത്രിയായി. അപ്പോൾ അവരിപ്പോൾ പോയേ ഉള്ളൂ ഈവനിങ് ചായ കുടിക്കാൻ. പെട്ടെന്ന് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. അപ്പോൾ അവർ അന്തേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ പന്തേരി പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നില്ല. മിത്ത് പറഞ്ഞു നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്ന് അല്ലേ. എങ്ങനെയുണ്ട് മുംബൈ സ്ട്രീറ്റിന്റെ വൈബ്? മുംബൈ വേറെ വൈബാല്ലേ, ആസ്വദിക്കുകയാണ്. അത് ആസ്വദിക്കുക. രാത്രി കാക്കകളൊച്ചുണ്ടാക്കുന്നത് രാത്രി കിടന്ന് ഉറങ്ങി കാക്കേ. രാത്രിയായി ഉറക്കാവോ? രാത്രിയായി. കാക്കയ്ക്ക് പോലും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല മുംബൈയില്. അതെ, അതാണ് ഇവിടുത്തെ അവസ്ഥ. യെസ് യെസ്. അപ്പം എന്തായാലും നല്ല രസമായിരുന്നു. വന്ന ഉടനെ തന്നെ എല്ലാവരെയും കൂടി ഒന്ന് മീറ്റ് ചെയ്ത്. അതെ, അവരൊക്കെ കൂടി വന്നപ്പോൾ കുറേ നേരം കളി ചെയ്ത് നല്ല രസമായിരുന്നു. അതെ അതെ, നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ പിന്നെയും സ്കൂളും ഓഫീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ ഞങ്ങളൊന്ന് നടക്കട്ടെ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ നടന്ന് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നാളെ മുതൽ സ്കൂളും ഓഫീസും എല്ലാതുമായിട്ട് നമ്മൾ ബിസിയായി. അപ്പോൾ ഇനിയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ കാണാം കേട്ടോ. ബൈ.